ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എജുപോഡ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ആ റിപ്പീറ്ററിൻ്റെ ഇയർ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം വിത്ത് കിഡിലൻ സ്കോളർഷിപ്പായിട്ട് നമ്മൾ റിപ്പീറ്റർ ബാച്ച് എജുപോട്ടിൻ്റെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ആയിരിക്കും ആ ഒരു സിസ്റ്റം, അതായത് നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ റിപ്പീറ്ററിൻ്റെ ഒരു 1 ഇയർ പോകുക എന്നുള്ളതും പ്ലസ് നമ്മളെ സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. സോ നമുക്ക് ലാഗ് അടിപ്പിക്കാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ റിപ്പീറ്റർ ബാച്ച് ഒരു 5 പില്ലർ അപ്രോച്ച് ആയിട്ടാണ് വരുന്നത്. അതായത് നിങ്ങളെ ലേണിംഗ് ഔട്ട്കമും നിങ്ങളാ ഒരു 1 ഇയറിൻ്റെ ഔട്ട്പുട്ട് ഏറ്റവും എഫക്റ്റീവ്ലി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഒരു 5 പില്ലർ അപ്രോച്ചിൽ ഓരോ പില്ലർ എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പില്ലർ നമ്പർ 1, ഫസ്റ്റ് പില്ലർ എന്ന് പറഞ്ഞാൽ പോർഷൻ കവറേജ് പ്ലാനാണ്. പോർഷൻ കവറേജ് പ്ലാനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ക്ലാസ് റൂം പ്ലാനിൽ 30 മിനിറ്റ് ടു 1 ഹവർ കൺസെപ്റ്റ് ബ്രീഫായി പറഞ്ഞു തന്നിട്ട് നമ്മൾ മീഡിയം ടു ഹാർഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇത് 30 മിനിറ്റ് ടു 1 മണിക്കൂർ കൊണ്ട് പറയേണ്ടത് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ചടപടാ പറഞ്ഞു പോകല്ല. നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ ആവശ്യമുള്ള എല്ലാ കോൺസെപ്റ്റ്സും പെട്ടെന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ റിപ്പീറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങൾ ക്ലാസ് 11th 12th റിപ്പീറ്റ്, അങ്ങനെ 3 കൊല്ലമായിട്ട് നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ കുറേ തിയറി ഇങ്ങനെ പറഞ്ഞ് തരുന്നൊരു ആവശ്യമില്ല. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നീറ്റ് 2025 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇപ്പോൾ റീനീറ്റ് നടന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടില്ലേ, ഇത് ഈസ് ചെയ്യാറാന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ തിയറി പഠിച്ചവരല്ല, ആ തിയറി കഴിഞ്ഞിട്ട് പല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തവരാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ കുറേ കാലമായിട്ട് തിയറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് തിയറി പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകണ്ടേ. അപ്പോൾ അതിനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ 30 മിനിറ്റ് ടു 1 ഹവർ കൊണ്ട് ആ ചാപ്റ്ററിൽ ആവശ്യമുള്ള എല്ലാ കോൺസെപ്റ്റും പറഞ്ഞിട്ട് നമ്മൾ മീഡിയം ടു ഹാർഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇനി 1 ചാപ്റ്റർ പെർ ഡേ, ഒരു ദിവസം നമ്മൾ ഒരു ചാപ്റ്റർ തീർക്കും. ഇപ്പോൾ ഭയങ്കര വലിയ ചാപ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഒരു ദിവസത്തിലേറെ കുറച്ചും കൂടെ ഒന്ന് കൂടുതലെടുക്കും. ഇനി അടുത്ത ഏറ്റവും വലിയ അടിപൊളി കാര്യം എന്ന് വെച്ചാൽ November 2nd വീക്ക് ആകുമ്പോഴേക്കിന് നിങ്ങളെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പക്കായിട്ട് വിത്ത് സിലബസ് പറഞ്ഞാൽ നിങ്ങളെ കോൺസെപ്റ്റും ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പക്കാക്കി നിങ്ങളുടെ സിലബസ് 100% November 2nd വീക്ക് കൊണ്ട് അവിടെ തീരും. നിങ്ങളൊന്ന് ആലോചിച്ച്, അത് കഴിഞ്ഞിട്ട് നവംബറിൻ്റെ ഒരു പകുതി, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 5.5 മാസം നിങ്ങൾക്ക് എന്താണ് റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് എന്നുള്ള ഫേസിന് കിട്ടുകയാണ്. ഇതിലപ്പുറം നിങ്ങൾ റിപ്പീറ്റേഴ്സിന് എന്തെങ്കിലും വേണോ? ഇനി നമുക്ക് പില്ലർ നമ്പർ 2 എന്താണെന്നുള്ളത് നോക്കാം. പില്ലർ നമ്പർ 2 എന്ന് വെച്ചാൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യത്തിലോ നിങ്ങൾ എഴുതുന്ന എക്സാമിലോ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്കറിയാമല്ലോ, എജുപോട്ടിൻ്റെ ടോപ്പ് ഫാക്കൽറ്റീസ് ആവും നിങ്ങൾക്ക് ആ ക്ലാസ് എടുക്കല്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ ഉള്ള ഡൗട്ട് ക്ലാസ്സിൽ തന്നെ തീർക്കാം. ആൻഡ് ഇനി എക്സാംസ് കഴിഞ്ഞിട്ടോ, ഇപ്പോൾ പ്രീ സീരീസ് ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ സീരീസ് നീറ്റിൻ്റെ സീരീസ് ടെസ്റ്റ് സീരീസ് ഇതൊക്കെ എന്താണെന്നുള്ളത് കുറച്ചായിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച ഒരു കാര്യത്തിലും നിങ്ങൾ എഴുതണ ഒരു എക്സാംസിലും നിങ്ങൾക്ക് ഒരു ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അച്ഛാനെ അത് പോരെ കളിയുക. ഇനി നമുക്ക് പില്ലർ നമ്പർ 3 എന്താണെന്ന് നോക്കാം. പില്ലർ നമ്പർ 3 എന്ന് പറഞ്ഞാൽ എക്സാംസ് ആൻഡ് അസസ്മെൻറ്റ്സ്. ഇത് പറഞ്ഞാൽ എക്സാംസിൻ്റെ ഒരു ചാകരയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് ആദ്യത്തെ പറഞ്ഞാൽ ഡെയിലി എക്സാംസ്, അതായത് 30 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഡേ ടോപ്പിക്സ്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക്കിൻ്റെ ഒരു 30 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള എക്സാം നാളെ പഠിച്ച ടോപ്പിക്കിന് മറ്റന്നാൾ, അതായത് തലേന്ന് പഠിച്ച പ്രീവിയസ് ഡേ പഠിച്ച ടോപ്പിക്കിൻ്റെ എക്സാം അടുത്തിടെ 30 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള എക്സാം ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞിട്ട് വീക്ക്ലി എക്സാംസ്, അതായത് ആ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്സ് വെച്ചിട്ടുള്ള എക്സാം വീക്ക്ലി എക്സാംസ്. പിന്നെ ബൈ വീക്കിലി ഫുൾ സിലബസ് ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് മന്ത്ലി ക്യുമുലേറ്റീവ് ടെസ്റ്റ്, ആ മാസം പഠിപ്പിച്ച ഫുൾ കാര്യങ്ങൾ വെച്ചിട്ട് ഉള്ള ടെസ്റ്റ് ആ മന്ത് എൻഡിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അയച്ചു ഫസ്റ്റ് മന്തിൽ പഠിച്ച കാര്യങ്ങൾ ഫസ്റ്റ് മന്തിൻ്റെ എൻഡിൽ, ഇനി സെക്കൻഡ് മന്തിൻ്റെ എൻഡിൽ പറഞ്ഞാൽ ഫസ്റ്റ് മാസം സെക്കൻഡ് മാസം കൂടെ പഠിപ്പിച്ച ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ അയച്ചു എക്സാമിൻ്റെ ഒരു ചാകരയാണ്. അങ്ങനെ നിങ്ങൾ എക്സാം എഴുതി November 2nd വീക്ക് എത്തിക്കഴിഞ്ഞാൽ November 2nd വീക്ക് ടു January 2nd വീക്ക് നമ്മളെ പ്രീ സീരീസ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യും. അതെന്ന് വെച്ചാൽ സബ്ജക്റ്റ് വൈസ് 180 ക്വസ്റ്റ്യൻസ് ഫ്രം 3 ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ. പിന്നെ ആ ടൈമിൽ തന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അഡീഷണൽ ഫുൾ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനും ഉണ്ടാവും. ഇനി അതും കഴിഞ്ഞു January 2nd വീക്ക് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് സീരീസ് തുടങ്ങും. അവിടെ 3 സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ്, 30 ഫുൾ ടെസ്റ്റ്, പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഫുൾ ടെസ്റ്റ് ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ നീറ്റ് എക്സാമിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ എക്സാം എഴുതി ആ എക്സാമിനോടുള്ള പേടിയും പോയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ കാണാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനും ഉണ്ടാവില്ല. മച്ചാൻ അത് പോരെ കളിയുക. ഇനി നമുക്ക് നേരെ അടുത്ത പില്ലറിലോട്ട് പോവാം. അടുത്ത പില്ലർ എന്ന് പറഞ്ഞാൽ മെൻറ്റർഷിപ്പാണ്. നേരത്തെ എക്സാമിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മെൻറ്റേഴ്സിൻ്റെ ഒരു ചാകരയാവും. നോക്കാം ഏതൊക്കെ ടൈപ്പ് മെൻറ്റർ ഉള്ളത്. ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്തിട്ട് നമ്മൾ നോക്കട്ടെ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് നിങ്ങളെ ഡെഡിക്കേറ്റഡ് മെൻറ്ററാവും. നിങ്ങളെ അക്കാഡമിക് ക്യാമ്പസ് ലൈഫൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് മെൻറ്റർ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാക്കൽറ്റി മെൻറ്റർ. ഇപ്പോൾ പല സ്റ്റുഡൻസിൻ്റെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്കും
സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താ, നിങ്ങളുടെ വീക്ക്നെസ് എന്താ, നിങ്ങളുടെ പെർഫോമൻസ് ഡാറ്റ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി പറഞ്ഞു തരാൻ ഒരു ഫാക്കൽറ്റി മെൻറ്റർ. രണ്ടാമത്തെ പിന്നെ സൂപ്പർ മെൻറ്റേഴ്സ് പറഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പോകുന്നത് നീറ്റ് എക്സാം. ആ നീറ്റ് എക്സാമിൽ നല്ല ടോപ്പ് റാങ്കും മാർക്കോട് കൂടെ ഒക്കെ ക്രാക്ക് ചെയ്ത സ്റ്റുഡൻസ്, മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, സൂപ്പർ മെൻറ്റേഴ്സ് ആയിട്ടുണ്ടാവും. അത് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് സെഷൻസ് ഒക്കെ ഉണ്ടാവും, അവർ നിങ്ങൾക്ക് തരും. അത് കഴിഞ്ഞിട്ട് സൈക്കോളജി കൗൺസിലേഴ്സ്. നീറ്റ് എക്സാം പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ പഠിക്കുക മാത്രമല്ലല്ലോ, നല്ല സ്ട്രെസ്ഫുൾ പീരീഡാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്താവണം, സൈക്കോളജി കൗൺസിലേഴ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഓൺ ക്യാമ്പസ് സപ്പോർട്ട് ഉണ്ടാവും, സൈക്കോളജി കൗൺസിലേഴ്സ് ഉണ്ടാവും. സോ ചുരുക്കി പറഞ്ഞാൽ നേരത്തെ എക്സാമിന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു മെൻറ്റേഴ്സിൻ്റെ ഒരു ചാകരി ഉണ്ടാവും. നമുക്ക് അടുത്ത പില്ലർ എന്ന് നോക്കാം. 5th പില്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എജുപോർട്ടിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം എജുപോർട്ട് ആപ്പ്. ഇത് പറഞ്ഞാൽ ഫുള്ളൊരു AI വെച്ചിട്ടുള്ള കളികളാട്ടോ. നമുക്ക് നോക്കാം. ഒന്ന് പറഞ്ഞാൽ AI എനേബിൾഡ് എബിലിറ്റി ട്രാക്കിങ്. അതായത് നിങ്ങൾ സിലബസ് കംപ്ലീഷന്, നിങ്ങൾ എക്സാം മാർക്ക്, പിന്നെ നിങ്ങൾ വീക്ക് ഏരിയാസ് ഇതാണ് കേട്ടോ, അവിടെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ ഒരു AI ബോട്ട്, AI വെച്ചിട്ടുള്ള നിങ്ങളെ എബിലിറ്റി ട്രാക്കിങ്. അടുത്ത് പറഞ്ഞാൽ AI ഡൗട്ട് ക്ലിയറൻസ് ചാറ്റ്. നിങ്ങൾക്കിപ്പോൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും രാവിലെ പകല 24 മണിക്കൂർ എപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ടൈമിലോ നിങ്ങൾക്ക് ഡൗട്ട് വന്നാൽ നമ്മളെ AI ഡൗട്ട് ക്ലിയറൻസ് ചാറ്റിന് ഇത് ചോദിച്ചാൽ മതി. ഇപ്പോൾ നമ്മളെ ChatGPT ഒക്കെ പോലെ. ഇനി പിന്നെ നമ്മുടെ ടോപ്പ് ഫാക്കൽറ്റീസിൻ്റെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആവും നമ്മളെ ആപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ റിവിഷൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ ജസ്റ്റ് അതെടുത്ത് റെഫർ ചെയ്താൽ മതി. പിന്നെ നമ്മൾ PYQs, പ്രാക്ടീസ് ടെസ്റ്റ്, സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ നമ്മുടെ ആപ്പിലുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു നീറ്റ് ആസ്പിറൻറ്റിനെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അടുത്തൊരു ഏറ്റവും അടിപൊളി കാര്യമാണ് പൊട്ടിച്ചേരാൻ പോട്ടെ, നമ്മുടെ എജുപോർട്ടിൻ്റെ സ്കോളർഷിപ്പ്, റിപ്പീറ്റഡ് സ്കോളർഷിപ്പ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റേഞ്ച്. ഇതാണ് നമ്മുടെ റിപ്പീറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ്. നീറ്റ് ഇപ്പോൾ കഴിഞ്ഞ റീനീറ്റ് 2026 മാർക്ക് ബേസിലാവും. നിങ്ങൾ 480+ ആണോ സ്കോർ ചെയ്യുന്നത്, എന്നാൽ നിങ്ങൾ ഒന്നും മൈൻഡ് ആക്കണം, ജസ്റ്റ് എജുപോർട്ട് കണ്ട് വന്നാൽ മതി. നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീയും നിങ്ങളെ ട്യൂഷൻ ഫീയും ഒക്കെ ഫ്രീ ആണ്, നിങ്ങളൊന്നും കൊടുക്കണ്ട 100%. നിങ്ങൾ 450 to 479 എന്നുള്ള സ്കോർ റേഞ്ചിലാണെങ്കിൽ നിങ്ങൾ ട്യൂഷൻ ഫീയും കാര്യങ്ങളും ഫുള്ള് ഫ്രീ. നിങ്ങൾ ജസ്റ്റ് ഹോസ്റ്റൽ ഫീ എന്നുള്ള ഒരു കാര്യം മാത്രം കൊടുത്താൽ മതി. ഇനിയാണ് ഏറ്റവും അടിപൊളി കാര്യം, ബാക്കിയുള്ള എല്ലാവർക്കും 50% കോഴ്സ് ഫീ. അതായത് നിങ്ങൾ എല്ലാവരും റിപ്പീറ്റേഴ്സ് ജസ്റ്റ് 50% മാത്രം തന്നാൽ മതി. കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുക ഈ ഒരു റേഞ്ചിൻ്റെ സ്കോളർഷിപ്പ്? ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പൊട്ടിച്ചേരാൻ പോകട്ടോ, ഇത് അതിലേറെ എക്സ്ട്രീമാണ്. നിങ്ങൾ എജുപോർട്ടിൽ റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റ് ഇയർ നിങ്ങൾ എജുപോർട്ടിലായിരുന്നു റിപ്പീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ 60% ഓഫർ നിങ്ങൾക്ക്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ മെൻറേറ്റ് ഒക്കെ കോൺടാക്ട് ചെയ്താൽ മതി. മച്ചാനെ ഇതിലും വലിയ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് എവിടെയെങ്കിലും വേറെ കിട്ടാണ്ടോ? സോ ഇത്ര അടിപൊളി സിസ്റ്റം, ഇത്ര അടിപൊളി ഫാക്കൽറ്റീസ്, ഇത്ര അടിപൊളി മെൻറ്റേഴ്സ്, ഇത്ര അടിപൊളി സ്കോളർഷിപ്പൊക്കെ ഉള്ള നമ്മുടെ ഈ റിപ്പീറ്റഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ July 11th. പിന്നെ ഒരു കാര്യം വെച്ചാൽ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ എത്ര പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നു അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. സോ ഇത്രയേ ഉള്ളൂ പറയാൻ. നിങ്ങൾക്ക് ഏറ്റവും ഒപ്റ്റിമൽ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം ആൻഡ് ബെസ്റ്റ് സ്കോളർഷിപ്പ്, എല്ലാ കാര്യങ്ങളും നമ്മളെ സൈഡിൽ നിന്ന് മാക്സിമം തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? എന്നാൽ നിങ്ങളെ സൈഡിൽ നിന്ന് ഫുൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഫുൾ എഫേർട്ട് ഇടണം. സോ എല്ലാവരും കയറി നീറ്റ് 2027 നമുക്ക് നല്ല അടിപൊളിയായി ക്രാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എയിംസിക്കിൻ്റെ ജൂനിയേഴ്സായിട്ട് തന്നെ എത്താൻ പറ്റട്ടെ. അത്രേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോട്ടോ. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ്റെ കമൻറ്റിലും കൊടുത്തുക്കണം. സോ എല്ലാവരും കയറുക, നമുക്ക് നീറ്റ് 2027 അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാം.